ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഒരു ചെറിയ ഷോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. 50 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ അതിലൊന്നും ശരിക്കുമേ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. 50 സബ്സ്ക്രൈബേഴ്സ് ആയത് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇനി ഓരോ ദിവസവും ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും പഠിച്ച ലെസൺസ് അല്ലെങ്കിൽ എൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ, നമ്മളെ തളർത്താൻ ഒരുപാട് സിറ്റുവേഷൻസും ആൾക്കാരും ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റിനും വെച്ച് നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും. നമ്മളതിലൊക്കെ വീഴും, കരയും, ഡിപ്രഷൻ അടിക്കും, കഴിക്കാതിരിക്കും, ചിലപ്പം ഔട്ട് ഓഫ് ടെമ്പർ, ലൈക്ക് എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ ചിലപ്പോൾ നമുക്ക് കൊല്ലാൻ തോന്നും. കാരണം നമുക്കൊരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കപ്പെടുന്നില്ല, നമുക്കെപ്പോഴും കുറേ ശത്രുക്കൾ, ഇങ്ങനെയൊക്കെ അങ്ങ് ഫീൽ ചെയ്യും. ആരുമില്ല, ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് വിചാരിക്കും, നമുക്ക് തോന്നും. ക്വൈറ്റ് നാച്ചുറൽ. അതായത് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ നമ്മൾ ആ ഒരു കൊടുങ്കാറ്റ് നിൽക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരുന്ന് വെയിറ്റ് ചെയ്യുക. പക്ഷെ നമുക്ക് സേഫായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവും, ഒരു കംഫർട്ട് സോൺ എവിടെയെങ്കിലും ഉണ്ടാവും. ഒന്നും ഇല്ലാതാകുമ്പോൾ അപ്പം നോക്കിയാൽ പോരെ, എവിടെയെങ്കിലും ഉണ്ടാവും. ഭൂമിക്കടിയിൽ തുരങ്കം കുഴിച്ചിട്ടാണെങ്കിലും നമുക്ക് കുഴി കുഴിച്ചിട്ടാണെങ്കിലും അതിനകത്ത് നിൽക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ, അത്രയ്ക്ക് ഗതികെട്ട ഒരു സിറ്റുവേഷനിൽ നമ്മളാവുന്നു എന്നൊരു സിറ്റുവേഷൻ വരുന്നതിൽ ഒഴിച്ച് ചില കാര്യങ്ങളിൽ നമ്മുടെ റൂമിൽ തന്നെ കുറച്ച് നേരം നമുക്ക് തനിച്ചിരുന്ന് വേണമെങ്കിൽ കുറച്ച് കരഞ്ഞ് റിലാക്സായി ഒരു കപ്പ് കോഫിയോ ടീയോ കുടിച്ച് നമുക്ക് തിരിച്ചു വരാനൊരു ടൈമുണ്ട്. കരയാനൊരു സമയം, ചിരിക്കാനൊരു സമയം എന്നൊരു വചനം ബൈബിളിൽ പറയുന്നുണ്ട്. കരഞ്ഞോ, മാക്സിമം കരഞ്ഞോ, മാക്സിമം വേദനിച്ചോ. ലെറ്റ് ദം എൻജോയ് വാട്ട് എവർ ഹൂ എവർ എന്താ പറയുന്നത്, നമ്മളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നവരും, നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും, ലെറ്റ് ദം എൻജോയ്, ലെറ്റ് ദം ഹാവ് ദെയർ ഓൺ ടൈം. നമുക്കൊരു ടൈമുണ്ട്. അവരെ പോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാം കൊടുക്കപ്പെട്ടിരിക്കുന്നത്. ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും ഒരുപോലെ മഴ പെയ്യ്ക്കുന്നു എന്ന് പറഞ്ഞൊരു ബൈബിൾ വചനമുണ്ട്. അപ്പോൾ നമുക്കും ഒരു സമയം വരും. ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. ബി ഹാപ്പി.